അല്ല, ഇതൊരിക്കലും ഇങ്ങനെ മോഷണങ്ങൾ നടത്തുന്ന കള്ളന്മാർ അമ്മയുടെ സ്വർണ്ണമാണ്. ചില രഹസ്യങ്ങൾ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഇന്നലെ ബാംഗ്ലൂർ ട്രിപ്പൊക്കെ വന്നതിന് ശേഷം ഒരാൾ ഇവിടെ ചില രഹസ്യങ്ങൾ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ രഹസ്യങ്ങൾ പുറത്ത് കാണിക്കാൻ പോവാണ്. ഒരു നിമിഷം, ഞാൻ സത്യം എന്നോട് പോലും ഇവൾ പറഞ്ഞിട്ടില്ല ഈ രഹസ്യം എന്തുവാണെന്ന്. അപ്പം നമ്മുടെ കുറച്ച് സ്വർണ്ണമുണ്ട്. നമുക്ക് ആഭരണങ്ങൾ, ഈ ആഭരണമൊക്കെ ഇട്ട് നമുക്ക് ബാംഗ്ലൂരിലോ അവിടെ ഇവിടെ ഒന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ സാധനം വീട്ടിൽ ഒളിപ്പിച്ച് വെക്കുന്ന സ്വഭാവം പണ്ട് തൊട്ടേ ഉള്ളതാണ്. പക്ഷേ ഇനി ഒരിക്കലും ആരും പ്രതീക്ഷിക്കേണ്ട, വീട് ഇവിടെ തന്നെ ആയിരിക്കുമെന്ന്. പക്ഷേ പുള്ളിക്കാരുള്ള പൈസ ഉണ്ടായിരുന്നില്ല അല്ലേ? കുറച്ച് പൈസയും കുറച്ച് സ്വർണ്ണം, അവിടെ സേവിങ്സും കുറച്ച് സ്വർണ്ണവും എല്ലാം കൂടെ അവൾ ഒളിപ്പിച്ച് വെച്ച സ്ഥലമാണ് ഞങ്ങളിപ്പോൾ പുറത്ത് പറയാൻ പോകുന്നത്. ഇതെന്തിനിങ്ങനെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വയം ഒരു സേഫ്റ്റിയും അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ച് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി നഷ്ടപ്പെട്ടു പോലും ചിന്തിക്കുന്ന ഓരോ ആത്മാർത്ഥതയുള്ള ഓരോ വീട്ടമ്മമാരും ചെയ്യുന്ന ചിന്തയാണ് എൻ്റെ ഭാര്യയ്ക്കുള്ളത്. അവൾ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇനിയെങ്കിലും മോളെ അങ്ങോട്ട് പോയി നോക്ക്. ഇതൊക്കെ ഒരു ഭയങ്കര സ്റ്റഡി ക്ലാസ്സാ. എന്തുവാണ് ഇത് ഒരു പ്രാവശ്യം ചെയ്തെന്ന് എല്ലാ പ്രാവശ്യം അത് തന്നെ ചെയ്യത്തില്ല. ഞാൻ ഓരോ പ്രാവശ്യം വേറെ വേറെയാണ്. നിങ്ങൾ ചോദിക്കുന്നത് അതെന്തിനാ കാണിച്ച എല്ലാവർക്കും മനസ്സിലായില്ല. അതിൽ ആരെയുള്ള ഇതുപോലെ ചെയ്ത് അവർക്ക് ഇത് ചെയ്യാമല്ലോ. അല്ല, ഇതൊരിക്കലും ഇങ്ങനെ മോഷണങ്ങൾ നടത്തുന്ന കള്ളന്മാർക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാൻ വിചാരിക്കല്ലേ. ഇങ്ങനെയുള്ള വീട്ടമ്മമാര് ദേ ആർ ഓൾവേസ് ക്ലവർ. ഇതുപോലെ വേറെ എന്തെങ്കിലും ഐഡിയ നിങ്ങൾ ആലോചിച്ച് ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇത് പിന്നെ ഇതിനകത്ത് നടണം. ഇതിനായിരുന്നു കഴിഞ്ഞ തലേദിവസം നീ ഇല്ലേ മറ്റേ മേളില് പാവി ഞാൻ ഒരു പാത്രത്തിലല്ല, നമുക്ക് 4 പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. കൺഫ്യൂസ് ആണ്. അത് ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം ഉണ്ടാ അല്ല, ഇതെല്ലാം ഇതിൽ ഏതാണ്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. ശരി, നീ ഇന്ന് കണ്ട് ഞെട്ടരുത്. എന്താണെന്നറിയാമോ? നിധി നമ്മുടെ കഷ്ടപ്പാട്. എന്റെ പള്ളി, ഈ ഭൂമി മലയാളം ഇങ്ങനത്തെ സംഭവം ആരും ചെയ്തിട്ടുണ്ടാവും. ഈശ്വരാ, ഇതേണ്ട നമ്മുടെ സമ്പാദ്യം കേട്ടോ. അപ്പൊ തുടങ്ങാം. മോളെ, ഇത് നമ്മുടെ അമ്മയുടെ കുറച്ച് സ്വർണവും അമ്മയുടെ കുറച്ച് സ്വന്തം സമ്പാദ്യമൊക്കെയാണ്. അച്ഛന് പോലും അറിയത്തില്ല കേട്ടോ. ഇത്രേ അമ്മയുടെ സ്വർണ്ണമാ സുഹൃത്തുക്കളെ. അപ്പം ഇത്രയും സേവിങ്സ്. അപ്പൊ മക്കളെ, ഇതൊക്കെ ഈ പുള്ളിക്കാരുടെ മെത്തേഡ്സ് ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ. പക്ഷെ അവർക്ക് 100% കോൺഫിഡൻ്റ് ആണ്, അത് ആരും കണ്ടുപിടിക്കില്ല. പക്ഷെ അതിലൊരു നെഗറ്റീവ് ഉണ്ട്. എന്താ പറയുക, അല്ല കഷ്ടകാലത്തിന് നീ എങ്ങാനും തട്ടിപ്പോയാ ഈ ജന്മത്തെ ഞങ്ങളാരും അറിയത്തില്ല. ഇത് ഒരാൾക്കറിയാം. റിയലി? വെരി ഗുഡ്. ആരാന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായി.